ഇന്ന് നമുക്ക് വീട്ടിൽ നല്ല പെർഫെക്റ്റായിട്ട് അച്ചപ്പം ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടി 1/2 കിലോ വറുത്ത അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതെടുത്താൽ മതി കേട്ടോ. തേങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് വെക്കണം. വലിയൊരു തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് തേങ്ങ ഉണ്ടായിരുന്നു. 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് തേങ്ങാപ്പാൽ എടുത്തതാണ്. തേങ്ങയുടെ രണ്ടാം പാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും എടുത്ത് വെക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഇതിലോട്ട് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മധുരമുള്ള അച്ചപ്പമാണ് കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് പഞ്ചസാര മിക്സ് ചെയ്ത് വരാനായിട്ട് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ പഞ്ചസാര അലിയുന്ന വരെ മിക്സ് ചെയ്തത് മാറ്റി വെക്കുക. നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, ഇതിലോട്ട് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കറുത്തെള്ളും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര മുട്ട മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ കുറേച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയുടെ ഒന്നാം പാൽ 2.5 കപ്പായിരുന്നു എനിക്കിവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ കുറേച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസി വേണം ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ മാവ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അരമണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കൂടുതൽ ഇത് വെക്കല്ലേ, കാരണം മുട്ട ചേർത്തതാണ്. അരമണിക്കൂറായിട്ടുണ്ട്. മാവ് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ വെച്ചേക്കുന്ന ഒരു ഫ്രൈ പാനാണ്. ഫ്രൈ പാനിലോട്ട് കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അച്ചപ്പത്തിൻ്റെ അച്ചെന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ അച്ചപ്പത്തിൻ്റെ അച്ചാണ് കേട്ടോ. അതാണ്, ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. ഇപ്പോൾ അച്ച് എണ്ണയും മുങ്ങിക്കിടക്കണം, ആ രീതിയിൽ വേണം എണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അച്ച് എണ്ണയിലിട്ട് വെക്കുക. അച്ച് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ മാവിലോട്ട് ഇതൊന്ന് മുക്കി കൊടുക്കുക. മാവ് അച്ചിൻ്റെ മുകളിൽ വരെ മുങ്ങരുത്. എന്നിട്ട് അത് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കുക. എണ്ണയിൽ വെച്ച് കൊടുക്കുന്ന ടൈമിൽ എണ്ണയുടെ അടിഭാഗത്ത് അച്ച് തട്ടാതെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എണ്ണയിൽ വെച്ച് കൊടുത്ത് നമ്മൾ അച്ച് ഒന്ന് കുടഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അച്ചപ്പം അതിലങ്ങ് എണ്ണയിലോട്ടങ്ങ് വീഴും കേട്ടോ. എന്നിട്ട് അച്ച് പിന്നെ എണ്ണയിൽ വെച്ച് കൊടുക്കുക. അച്ച് ചൂടായി കഴിയുമ്പോൾ പിന്നെ മാവിൽ മുക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ അച്ചപ്പമൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അച്ചിൽ മാവ് പിടിക്കാതെ വരുവാണെങ്കിൽ ഒന്നുകിൽ മാവ് ടൈറ്റായി തുടങ്ങി കാണും, അതല്ല എങ്കിൽ അച്ച് ചൂടായി കാണത്തില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും അച്ചിൽ മാവ് പിടിക്കാതെ വരുന്നത്. മാവ് ടൈറ്റായി എന്ന് കാണുവാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ വീട്ടിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ അച്ചപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ അച്ചപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.